നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ശ്രീലങ്കൻ പര്യടനത്തിനേക്കുള്ള ഈ പറയുന്ന ടീമിനെ സ്ക്വാഡിനെ സെലക്ട് ചെയ്തു. T20 സ്ക്വാഡും അതുപോലെ തന്നെ ODI സ്ക്വാഡും രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പല താരങ്ങളും ഇല്ല, പല താരങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഈ സ്ക്വാഡിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ ടീം സെലക്ഷനെ പറ്റിയിട്ട് പലർക്കും വിമർശനമാണ്. എല്ലാവർക്കും വിമർശനം പറയാനാണെങ്കിൽ എല്ലാവർക്കും വിമർശനമുണ്ട്. പല പല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഈ ക്രിക്കറ്റ് കാണുന്നവർ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിമർശിക്കാനും എടുക്കാനൊക്കെ നമ്മളെ സഞ്ജു സാംസനെ ഒരു സമയം വരെയും ഈ പറയുന്ന പോലെ T20 ODIയിലോട്ടും ഇങ്ങനെ മാറ്റിയിട്ട് കളിച്ചൊരു സമയമുണ്ട്. ഈ വേൾഡ് കപ്പ് വരുന്ന സമയത്തൊക്കെയും ഈ പറയുന്ന പോലെ നല്ലപോലെ അവസരങ്ങൾ അങ്ങോട്ട് വേണ്ടുന്ന പോലെ കൊടുക്കാതിരിക്കുകയും ഇടവിട്ട് 5 സീരീസുകളുള്ള ഒരു മത്സരത്തിൽ 2 ചിലപ്പോൾ കളിക്കാൻ പറ്റത്തുള്ളായിരിക്കും. അപ്പോൾ കയറി വരുന്ന ഒരാൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും നമുക്ക് ആ സമയത്ത് സഞ്ജുവിനോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സഞ്ജുവിന് അങ്ങനെ ആണെങ്കിൽ പോലും സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങളൊക്കെ സഞ്ജുവിന് വേണ്ടുന്നത്രയും പ്രയോജനപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അല്ലേ, ഇപ്പോൾ T20 ആണെങ്കിലും ODIയിലാണെങ്കിലും സഞ്ജുവിന് അങ്ങനെ വേണ്ടുന്ന പോലൊന്നും അങ്ങനെ ഒരു അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജയ്സ്വാൾ ആണെങ്കിലും ഈ പറഞ്ഞ ഋതുരാജ് ഇവരൊക്കെ ആണെങ്കിലും ഇവരെ ടീമിലോട്ട് ഇട്ടതിന് ശേഷമുള്ള 2-ാമത്തെയോ 3-ാമത്തെയോ മത്സരങ്ങളിൽ സെഞ്ചുറിയോ 50യോ അങ്ങനെയൊക്കെ നേടുന്ന ഒരു സിറ്റുവേഷനാണ്. അഭിഷേക് ശർമ്മ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടും അദ്ദേഹത്തെ ഒരു സീരീസിലോട്ട് ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ 2-ാം മത്സരത്തിൽ സെഞ്ചുറി അടിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെയാണ്. ഇപ്പോൾ സഞ്ജുവിന് ഇത്രയേറെ അവസരങ്ങൾ കിട്ടുമ്പോഴും ഈ പറയുന്ന പോലെ നല്ലപോലെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയിട്ടുണ്ട് ആ സമയങ്ങളിൽ. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ സഞ്ജു സാംസൺ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഈ പറയുന്ന BCCIയുടെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെൻട്രൽ കോൺട്രാക്റ്റിലൊക്കെ ഈ പറയുന്ന പോലെ അദ്ദേഹമുണ്ട്, സഞ്ജു സാംസണുണ്ട്. അതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ നിലവാരം മാറിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യൻ ടീമിൽ ഏറെക്കുറെയും എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ജു സാംസനെ തീർച്ചയായിട്ടും പല മത്സരങ്ങളിൽ ഇനി നമുക്ക് സഞ്ജു സാംസനെ കാണാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. ഈ വർഷം എന്തായാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. T20 ആയാലും വേൾഡ് കപ്പ് ആണെങ്കിലും ഒരു പക്ഷേ ഗംഭീർ വന്നതുകൊണ്ട് ടെസ്റ്റിൽ പോലും സഞ്ജു സാംസനെ പരിഗണിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം സെൻട്രൽ കോൺട്രാക്റ്റിൽ ലിസ്റ്റിലുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഒത്തിരി പേര് ഇതുപോലെ വിമർശനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ വിമർശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിമർശിക്കുന്നത് ഓക്കെയാണ്, പക്ഷേ നമ്മൾ പൊട്ടന്മാരാകരുത്, അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാകരുത്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടം ക്രിക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ സ്ട്രീറ്റ് ക്രിക്കറ്റ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മൾ കളിക്കുമ്പോഴത്തേനും ഒരാൾ കളിക്കുന്നു, അടുത്ത ആൾ കളിക്കുന്നില്ല, ആൾക്ക് പകരം നമ്മൾ ആളെ ഇടുന്നു, ആൾ കളിക്കുന്നു, ഓക്കെ, പിന്നീട് സ്ഥിരം ആ നമ്പറിൽ ഇറങ്ങുന്നു, അങ്ങനെ മാറ്റാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ എന്നല്ല, നമ്മുടെ ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടീമിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പൊസിഷനുണ്ട്. ആ പൊസിഷനിലും കാര്യങ്ങളിലൊക്കെയും നമ്മൾ ഈ പറയുന്ന വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മളൊരു കാര്യം വിമർശിക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു സീരീസിനകത്ത് ഇപ്പോൾ T20 ആയിക്കോട്ടെ ODI ആയിക്കോട്ടെ, ഈ സീരീസിനകത്ത് ഈ വന്നേക്കുന്ന വിമർശനങ്ങൾ ഏറെക്കുറെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഒരു പ്രശ്നം, സഞ്ജു സാംസൺ അവസാനമായി നടന്ന സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ സെഞ്ചുറി നേടിയിട്ടും അദ്ദേഹത്തെ ശ്രീലങ്കയുമായിട്ടുള്ള ഈ പറയുന്ന ODI സീരീസിനകത്ത് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയുന്നൊരു പരാതി. എല്ലാവരും പറയുന്നൊരു പരാതി അതാണ്. സഞ്ജു സാംസൺ ലാസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി അടിച്ചു, അതും സൗത്ത് ആഫ്രിക്കയുടെ മണ്ണിൽ അവിടുത്തെ ബോളേഴ്സിനെയൊക്കെയും മികച്ചൊരു സെഞ്ചുറി തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല, മികച്ചൊരു സെഞ്ചുറി തന്നെ ആയിരുന്നു. എനിക്കൊന്ന് 2-ാമത്തെയോ 3-ാമത്തെയോ ODI മത്സരത്തിലാണ് സഞ്ജു സാംസൺ ഈ പറയുന്ന സെഞ്ചുറി നേടുന്നത്. അപ്പോൾ എന്തായാലും അതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഈ പറയുന്ന നമ്മുടെ മുൻനിര താരങ്ങൾ ആരുമില്ല, നമ്മുടെ സീനിയർ താരങ്ങൾ ആരുമില്ല. രോഹിത് ശർമ്മയില്ല, ഈ പറയുന്ന സൂര്യകുമാർ യാദവ് ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലി ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ അവിടെ ഇല്ല. ഋഷഭ് പന്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഋഷഭ് പന്ത് ഉണ്ടായിരുന്നെങ്കിൽ KL രാഹുലിന് പകരം ഋഷഭ് പന്ത് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന T20യിലും ടെസ്റ്റിലും
ഒടിയിലും ഒക്കെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഋഷഭ് പന്ത്. അപ്പം ആക്സിഡന്റ് പറ്റിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ടീമിലോട്ട് വരായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഋഷഭ് പന്തിന് പകരമായിട്ട് അദ്ദേഹം വരുന്ന ഒരു സമയം വരെയും പകരം കളിക്കാൻ വേണ്ടിയിട്ടാണ് സഞ്ജു സാംസൺ കുറച്ചുകൂടെ അവസരങ്ങൾ കിട്ടുന്നതും ഇഷാൻ കിഷാൻ കുറച്ചുകൂടെ അവസരങ്ങൾ കിട്ടുന്നതും. അപ്പം അങ്ങനെയാണ് ആ ടീമിലോട്ട് സഞ്ജു സാംസൺ വരുന്നത് എടുക്കുന്നതൊക്കെ. അപ്പം അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഇറങ്ങി 1 ഡൗൺ ഇറങ്ങിയിട്ടാണ് സഞ്ജു സാംസൺ ഈ പറയുന്ന സെഞ്ചുറി അടിച്ചിട്ടുള്ളത്. തിരിച്ചിവിടെ വരുമ്പോൾ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗില്ലോട് ഓപ്പണിംഗ് ചെയ്യുകയും തിരിച്ച് 1 ഡൗൺ ആയിട്ട് വിരാട് കോഹ്ലി ഇറങ്ങുകയും അതുപോലെ തന്നെ KL രാഹുലുണ്ട്, ഋഷഭ് പന്ത് ഉണ്ട്, ശ്രേയസ് അയ്യറുണ്ട്, അതുപോലെ ശിവൻ ദുബെയുണ്ട്. ഇങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ ഉള്ളപ്പം സഞ്ജു സാംസണെ എവിടെ കൊണ്ടിട്ട് ഇറക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പം വിരാട് കോഹ്ലിക്ക് പകരമായിട്ടാണ് അന്ന് ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ സഞ്ജു സാംസണെ ഇറക്കിയത്. ആ കളിയിൽ ആ ഒരു പർട്ടിക്കുലർ കളിയിൽ സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചു. അതുകൊണ്ട് വിരാട് കോഹ്ലി റെസ്റ്റ് കൊടുത്തിരുന്ന വിരാട് കോഹ്ലി അതുകൊണ്ട് മാറ്റണമെന്നാണ് പറയുന്നത്. ആ പൊസിഷൻ നോക്കുക, അത് ഒരു വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു 1 ഡൗൺ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ 1 ഡൗൺ പൊസിഷനിൽ വിരാട് കോഹ്ലിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. വിരാട് കോഹ്ലിക്ക് റെസ്റ്റ് കൊടുത്തതാണ്. അദ്ദേഹം ഫോം ഔട്ടിലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, കാര്യങ്ങളല്ല, മീൻസ് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തതാണ്. അല്ലെങ്കിൽ പരുക്കാണെങ്കിൽ പോലും മനസ്സിലായോ, അത് അയാളുടെ സ്കില്ലിനെയോ അല്ലെങ്കിൽ ഫോമിനെയോ ബാധിക്കുന്നതിന് മീൻസ് തിരിച്ചു വരുമ്പോൾ അത് കാണിക്കും, ഫോം ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷേ നിലവിൽ നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കൊരു പരുക്ക് പറ്റുമ്പോൾ തിരിച്ച് അയാൾ വരുമ്പോൾ തിരിച്ച് അവരെ ടീമിലോട്ട് ഇടാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മുടെ ക്രിക്കറ്റ് ടീമിനുണ്ട്. അപ്പം ഒരാൾക്ക് പകരമായിട്ട് ജസ്റ്റ് ഈ ഒരു പരമ്പരയിൽ വിരാട് കോഹ്ലിക്ക് പകരം സഞ്ജു സാംസൺ കളിക്കും. ഇപ്പം 3 മത്സരങ്ങളാണെങ്കിൽ ആ 3 മത്സരവും സഞ്ജു സെഞ്ചുറി അടിച്ചെങ്കിലും വിരാട് കോഹ്ലി വരുമ്പോൾ മാറണം. കാരണം വിരാട് കോഹ്ലിക്ക് പകരമായിട്ട് ജസ്റ്റ് ആ ഒരു സീരീസിന് മാത്രം കളിക്കാൻ വേണ്ടിയിട്ടാണ് സഞ്ജു സാംസൺ ആ ടീമിലോട്ട് എടുത്തത്. അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് അഭിഷേക് ശർമ്മ കഴിഞ്ഞ T20 അതുകൊണ്ട് കഴിഞ്ഞ സിംബാബ്വെ സീരീസിൽ അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചു. അഭിഷേക് ശർമ്മ എന്തുകൊണ്ടാണ് ആ ടീമിലോട്ട് മീൻസ് വന്നത്? ഇപ്പം നമുക്കറിയാം, ഈ പറയുന്ന പോലെ കുറേ നമ്മുടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ജഡേജയൊക്കെയും ഈ പറയുന്ന പോലെ വിരമിച്ചു. അതുകൊണ്ട് തന്നെ T20 ആൾക്കാരെ വേണം. അപ്പം അതേപോലെ സ്ഥാനത്ത് ജയ്സ്വാളിനെ ടീമിൽ എടുത്തിട്ടുണ്ട്. ജയ്സ്വാൾ, സഞ്ജു ഒക്കെ ടീമിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ശിവൻ ദുബെ എടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആദ്യത്തെ 2 മത്സരങ്ങളിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ 3 മത്സരങ്ങൾക്കാണ് അവർക്ക് ഇതുപോലെ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയ്സ്വാൾ വരുമ്പോൾ മാറിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ജയ്സ്വാളാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ജയ്സ്വാൾ ഇല്ലെങ്കിൽ അഭിഷേക് ശർമ്മ എന്നുള്ളൊരു ഓപ്ഷനാണ്. പക്ഷെ അന്ന് ജയ്സ്വാൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് അഭിഷേക് ശർമ്മ കളത്തിലിറങ്ങി. അപ്പം ജയ്സ്വാളിന് പകരമായിട്ട് ഒരാൾ 2 മത്സരത്തിൽ വന്നുവെങ്കിൽ 3ാമത്തെ മത്സരത്തിൽ ജയ്സ്വാൾ അവൈലബിൾ ആണെങ്കിൽ ജയ്സ്വാളിന് തന്നെ കൊടുക്കണം. അതാണ് എൻ്റെ ഒരു മര്യാദ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്കോ വിരാട് കോഹ്ലിക്കോ 2 മത്സരങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ സ്ഥാനത്തേക്ക് ആ 2 മത്സരങ്ങൾ കളിക്കാനായിട്ട് ഒരു പ്ലെയറിനെ ഇറക്കുന്നു. ആ 2 മത്സരത്തിലും ഈ പ്ലെയർ സെഞ്ചുറി നേടുന്നു. അതുകൊണ്ട് രോഹിത് ശർമ്മയെ ഇനി കളിപ്പിക്കേണ്ടെന്ന് ആരെങ്കിലും പറയുമോ? പറയില്ല. കാരണം ആ ഒരു സീരീസിനെ കൊണ്ട് ഒരു പകരക്കാരനായിട്ട് മാത്രം ഇറക്കുന്നതാണ് ഈ പറയുന്ന അഭിഷേക് ശർമ്മയെ. അപ്പം എന്നിട്ടും ആദ്യത്തെ മത്സരത്തിൽ ഡക്കിന് പോയി, 2ാമത്തെ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചു. ആ സെഞ്ചുറി അടിച്ചതിൻ്റെ പിൻബലത്തിൽ ഓപ്പണിംഗ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അഭിഷേക് ശർമ്മയെ 1 ഡൗൺ ആയിട്ട് ഇറക്കേണ്ടി വന്നു. മനസ്സിലായോ? എന്നിട്ടും ടീമിൽ നിന്ന് ആ സമയത്ത് സിംബാബ്വെ മത്സരത്തിൽ സീരീസിൽ ആ സമയത്ത് ടീമിൽ നിന്ന് മാറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ അഭിഷേക് ശർമ്മയെ ഉൾപ്പെടുത്താൻ കഴിയുന്നത്? സൂര്യകുമാർ യാദവ് ഉണ്ട്. ഇപ്പോൾ ഓപ്പണിങ്ങിൽ വരുമ്പോൾ ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളും കൂടെ ആയിരിക്കും എന്തായാലും ഓപ്പണിങ്. അവർക്കാണ് പ്രയോറിറ്റി ഉള്ളത്. അവരെയാണ് ഈ പറയുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിൽ ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളും വരുന്നു. അതുപോലെ തന്നെ 1 ഡൗൺ ആയിട്ട് സൂര്യകുമാർ യാദവ് ഇറങ്ങുന്നു. 4ാമതായിട്ട് ഋഷഭ് പന്തോ സഞ്ജു സാംസൺ. ഋഷഭ് പന്ത് തന്നെ ആയിരിക്കും. ഇനിയും സഞ്ജു സാംസൺ ഉണ്ടെങ്കിൽ 5ാം സ്ഥാനത്തോട്ട് വല്ല ഇറങ്ങാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഋഷഭ് പന്ത് 4ാമത് ഇറങ്ങുന്നു. 5ാം സ്ഥാനത്ത് റിങ്കു സിംഗ് ഇറങ്ങുന്നു. 6ാം സ്ഥാനത്ത് ഹർദിക് പാണ്ഡ്യ, 7 ശിവൻ ദുബെ. അങ്ങനെ പോകും. ഇനി റിങ്കു സിംഗ് ഇല്ലെങ്കിൽ 5ാം സ്ഥാനത്ത് ഹർദിക് പാണ്ഡ്യ, 6ാം സ്ഥാനത്ത് ശിവൻ ദുബെ, 7ാം സ്ഥാനത്ത് ഈ പറയുന്ന അക്സർ പട്ടേൽ വരും. അങ്ങനെ ഇങ്ങനെ നിറകിടക്കുക. ഇതിനകത്ത് എവിടെയാണ് അഭിഷേക് ശർമ്മ ഇറക്കേണ്ടത്? ഋതുരാജ് ഗെയ്ക്വാദിനെ ഉൾപ്പെടുത്താത്തതിന് വല്ലർക്കും അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന പോലെ ഋതുരാജ് ഗെയ്ക്വാദിനെ ഇറക്കിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. കാരണം T20 അദ്ദേഹം മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് T20 സീരീസിൽ ഈ പറയുന്ന ഋതുരാജ് ഗെയ്ക്വാദിനെ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും വീണ്ടും നമ്മൾ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഋതുരാജ് ഗെയ്ക്വാദ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന ഒരാളാണ്. ഒന്നിൽ ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ 1 ഡൗൺ ഇറങ്ങുക. ഈ 2 പൊസിഷനിലാണ് ഋതുരാജ് ഗെയ്ക്വാദ് കൂടുതൽ
കൂടുതലും കളിക്കാറുള്ളത്. കൂടിപ്പോയാൽ 4ാം സ്ഥാനത്തോട്ട് വരെ ഇറങ്ങും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളും ഓപ്പണിംഗ് ഇറങ്ങുന്നിടത്ത് ഓക്കെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ ആണ്. ഈ പറയുന്ന ഗില്ലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ജയ്സ്വാളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ജയ്സ്വാൾ അടുത്ത ഒരു ഓപ്പണറായിട്ട് തന്നെ വന്നു, മീൻസ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സീനിയർ പ്ലെയർ എന്നുള്ള രീതിയിൽ തന്നെ ജയ്സ്വാളിനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ടീമിനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഗില്ലും ജയ്സ്വാളും ഉണ്ട്, അവർ ഓപ്പണിംഗ് ഇറങ്ങുന്നു. മൂന്നാമതായിട്ട് ഈ പറയുന്ന സൂര്യകുമാർ യാദവ് ഇറങ്ങുന്നു. നാലാമതായിട്ട് ഈ പറയുന്ന മീൻസ് ഋഷഭ് പന്ത്, റിങ്കു സിംഗ്, അങ്ങനെ താരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എവിടെയാണ് ഋതുരാജ് ഗെയ്ക്വാദിന് ഒരവസരം കൊടുക്കുക എന്നുള്ളത്? ടോപ്പ് ഓർഡറിൽ എവിടെ ഇട്ട് കളിപ്പിക്കാനാണ് ഋതുരാജ് ഗെയ്ക്വാദിനെ? അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുക. ഋതുരാജ് ഗെയ്ക്വാദ് നല്ലപോലെ കളിക്കുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല, പക്ഷേ അദ്ദേഹത്തിന് അവസരങ്ങൾ വരട്ടെ. ടോപ്പ് ഓർഡറിലുള്ളൊരു അങ്ങോട്ടൊരു അവസരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ടീമിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, ഇപ്പം നിങ്ങളാണ് ഇപ്പം T20യിൽ നിങ്ങൾ ഓപ്പണിംഗ് സ്ഥാനത്ത് നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളെ കൊണ്ടുവന്നിട്ട് സ്ഥിരമായിട്ടുള്ള മത്സരങ്ങൾ നിങ്ങളെ കളിപ്പിക്കുന്നു, നിങ്ങൾ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്, 50കളും 100കളും അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭാവത്തിൽ അഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോം ഔട്ട് ആയതോ അങ്ങനെയൊന്നുമല്ല, റെസ്റ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലാണ്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഒരു 2ഓ 3ഓ മത്സരത്തിലേക്ക് ഒരു പുതിയ പ്ലെയറിനെ പരീക്ഷിക്കുകയാണ്. ആ പ്ലെയർ നല്ലപോലെ കളിക്കുമ്പോഴത്തേനും ഓക്കെ എന്നാൽ ആ പ്ലെയർ നല്ലപോലെ കളിച്ചു, അതുകൊണ്ട് ഇനി മുതൽ ആ പ്ലെയർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ അതുവരെ കളിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അപ്പം അത് നമ്മളെല്ലാം ചിന്തിക്കണം. അല്ലാണ്ട് നമ്മളിങ്ങനെ ചുമ്മാ ചാടി കയറിയിട്ട് അത് മാറ്റി ഇത് മാറ്റി അത് അനീതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ വരില്ല. നമുക്കും പല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നമ്മളും പല കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞും അല്ലെങ്കിൽ നമ്മളോട് അതാണ് അതിനകത്തെ ആ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ചുമ്മാ അത് വിമർശിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അതിനകത്തെ കാര്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ടീമിനെ ഇറക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾ ആലോചിക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ അങ്ങനെ ഒരു വിമർശനമായിട്ട് ഇറങ്ങാവൂന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ സിംബാബ്വെ സീരീസിൽ മുകേഷ് കുമാറിൻ്റെ മികച്ച പ്രകടനം നടത്തിയിട്ടും അദ്ദേഹത്തെ ഈ പറഞ്ഞ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിനകത്തെ കാര്യവും വളരെ സിമ്പിൾ തന്നെയാണ്. കാരണം ജസ്പ്രീത് ബുംറ ഇല്ല, അതിന് പകരം ഈ പറയുന്ന പോലെ ആവേശ് ഖാനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ടീമിൽ T20 സ്ക്വാഡിൽ എടുത്തിരിക്കുന്നത് മുഹമ്മദ് സിറാജ്, മുഹമ്മദ് ഖലീൽ അഹമ്മദ്, അതുപോലെ തന്നെ അർഷദീപ് സിംഗ് എന്നീ 3 പേസ് ബോളേഴ്സിനെയാണ് സ്പെഷ്യലൈസ്ഡ് പേസ് ബോളേഴ്സിനാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ബോളിംഗ് ഓപ്ഷൻ 5 പേസ് ബോളിംഗ് ഓപ്ഷൻ ഉണ്ട്. ശിവൻ ദുബെയുടെ കൂട്ടിയിട്ട് 5 പേസ് ബോളിംഗ് ഓപ്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ 4 പേസ് ബോളിംഗ് ഓപ്ഷനാണുള്ളത്. 2 റൈറ്റ് ഹാൻഡും 2 ലെഫ്റ്റ് ഹാൻഡുമാണ് മെയിനായിട്ട് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹർദിക് പാണ്ഡ്യ 4 ഓവർ കംപ്ലീറ്റ് ആയിട്ട് എറിയുന്നത് കൊണ്ട് നമുക്കറിയാം നമ്മുടെ T20യുടെ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ബാറ്റിംഗ് ഡെപ്ത് ഉള്ളൊരു ടീമിനെയാണ് നമ്മൾ ഇറക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഓൾറൗണ്ടേഴ്സിനെ ഇറക്കാൻ തന്നെയാണ് ഈ പറഞ്ഞ ഇന്ത്യൻ ടീമിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ശിവൻ ദുബെയും അക്സർ പട്ടേൽ, ഹർദിക് പാണ്ഡ്യ, അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ ഈ 4 ഓൾറൗണ്ടർമാരുള്ളപ്പോൾ എന്താ പറയുന്നത് ബോളിംഗ് ഓപ്ഷനും ഉണ്ട്. ഇവർ 4 പേര് അത്യാവശ്യം നല്ലപോലെ ബോൾ ചെയ്യുന്നതാണ്. ശിവൻ ദുബെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ലപോലെ ബോളിംഗ് എറിഞ്ഞില്ലെങ്കിൽ പോലും 1-2 ഓവർ വേണമെങ്കിൽ എറിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കാലിബർ എന്താണെന്നുള്ളത് നമുക്കറിയാം. കാരണം ചുരുക്കം ബോളുകൾ കൊണ്ട് മത്സരങ്ങളുടെ ഗതി മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു താരമാണ്. അതുപോലെ തന്നെ സ്പിന്നിനെ വേണ്ടുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് നമുക്കറിയാം. ഈ മിഡ് ഓവറുകളിലൊക്കെ നമുക്ക് സ്പിന്നിനെ അറ്റാക്ക് ചെയ്ത് കളിക്കാനായിട്ടുള്ള ഒരു പ്ലെയർ ഇല്ല. ആ ഒരു കുറവാണ് ശരിക്കും പറഞ്ഞാൽ ശിവൻ ദുബെ നികത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം തീർച്ചയായിട്ടും ഉറപ്പ് തന്നെയാണ്. അപ്പം ഈ പറയുന്ന പോലെ 2 റൈറ്റ് ഹാൻഡും 2 ലെഫ്റ്റ് ഹാൻഡുമാണ് മെയിനായിട്ടും ഈ പറയുന്ന ടീമിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഹർദിക് പാണ്ഡ്യയും സിറാജും റൈറ്റ് ഹാൻഡ് എറിയുമ്പോൾ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് വേണം. അതിന് വേണ്ടിയിട്ട് ഖലീൽ അഹമ്മദും അർഷദീപ് സിംഗും ഉണ്ട്. അർഷദീപ് സിംഗ് ഇല്ലെങ്കിൽ ഖലീൽ അഹമ്മദ് വരും. അങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കും തീർച്ചയായിട്ടും അവരെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും വെറുതെ ആവശ്യമില്ലാത്തൊരു ഇത് വേണ്ട. കാരണം കഴിഞ്ഞ സീരീസിലൊക്കെ നമുക്കറിയാം സിംബാബ്വേയുള്ള സീരീസിൽ 8 വിക്കറ്റുകളൊക്കെ മുകേഷ് കുമാർ നേടി. അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു വരും. ഇപ്പം ഈ പറയുന്ന പോലെ ഖലീൽ അഹമ്മദിനെ മാറ്റിയിട്ട് ആവേശ് ഖാനെയാണ് എടുത്തിട്ടതെങ്കിൽ നമുക്ക് പറയാം ആവേശ് ഖാനെക്കാളും എന്തുകൊണ്ടും ഈ പറയുന്ന അവൻ റൈറ്റ് ഹാൻഡ് ബോളറാണ്, മുകേഷ് കുമാറും റൈറ്റ് ഹാൻഡ് ബോളറാണ്. അപ്പോൾ എന്തുകൊണ്ടും മുകേഷ് കുമാറിനെ എടുക്കാം. കഴിഞ്ഞ കളി നല്ലപോലെ കളിച്ചത് മുകേഷ് കുമാറാണെന്ന് പറയാം. പക്ഷേ ഇവിടെ ഈ ടീം സെലക്ട് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഫേവറിസം. എല്ലാവർക്കും ഒരു ഫേവറിസം ഉണ്ടല്ലോ, ടീം സെലക്ട് ചെയ്യുന്നവർക്ക് ഒരു ഫേവറിസം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഫേവറിസം ഉണ്ട്. ഫേവറിസം വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് നാളെ ഈ സെലക്ടിങ് കമ്മിറ്റിയായിട്ട് നിങ്ങൾക്കൊരു അംഗത്വം കിട്ടുകയെന്ന് നിങ്ങൾ വിചാരിക്കുക. നാളെ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ODI സീരീസിലും T20 സീരീസിലും സഞ്ജു സാംസണെ ഇറക്കും. കാരണം എന്താണ്?
നമ്മുടെ മലയാളി, നമുക്ക് സഞ്ജു സാംസണോട് പ്രത്യേക സ്നേഹമുണ്ട്. അദ്ദേഹം നല്ലപോലെ കളിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. അതുകൊണ്ട് സഞ്ജു സാംസനെ വിട്ടുള്ള പരിപാടിയില്ല. ഞാൻ ഈ സെലക്ടിങ് കമ്മിറ്റിയിലോട്ട് കയറിയാൽ ഞാനും ഇത് തന്നെ ചെയ്യത്തുള്ളൂ, സഞ്ജു സാംസനെ ഇറക്കും എന്നുള്ള രീതിയിൽ. ആർക്കാണ് ഫേവറേറ്റ്സ് അപ്പോൾ ഇല്ലാത്തത്? ഇല്ലേ? എല്ലാവർക്കും ഫേവറിസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ടീമിലോട്ട് ഇറക്കി എടുക്കുക ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് അത്രയും വലിയൊരു തരത്തിലോട്ട് പോകുമ്പോഴത്തേനും അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ പരിഗണനകൾ ഒക്കെ നൽകാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ മാത്രം ഇപ്പം എന്നും പറഞ്ഞിട്ട് ഫേവറിസം എന്നുള്ള രീതിയിൽ കൊണ്ട് ഏറ്റവും മോശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ട്, അങ്ങനെ ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ ഫേവറിസം എന്നുള്ളൊരു സംഭവം അങ്ങനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എടുത്തവർ നല്ലപോലെ കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മീൻസ് നോക്കേണ്ടത്. അപ്പോൾ അവർ പറയുന്ന ന്യായങ്ങൾ ഇന്ന തന്നെയാണ്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലോട്ട് വന്നത്. റൈറ്റ് ഹാൻഡ് ബാറ്റർ ഇല്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിലോട്ട് വന്നത്. ലെഫ്റ്റ് ഹാൻഡ് ബോളർ ഇല്ല, റൈറ്റ് ഹാൻഡ് ബോളർ ഇല്ല, ഓൾറൗണ്ടർ ഇല്ല, അതില്ല, മറ്റേതില്ല, മറിച്ചതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യായങ്ങൾ അവർ പറയുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്. അവർക്ക് എപ്പോഴും ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ അവർ എതിർ ടീം ആരാണ്, എതിർ ടീമിൽ ഈ പറയുന്ന പോലെ എത്ര ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സ്, എത്ര ലെഫ്റ്റ് ഹാൻഡ് ബോളർ മീൻസ് റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സ് ഉണ്ട്, എത്ര ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സ് ഉണ്ട്, എത്ര റൈറ്റ് ഹാൻഡ് ബോളേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അവർക്ക് റൈറ്റ് ഹാൻഡ് ബോളേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റ് ഹാൻഡ് ബാറ്റേഴ്സിനെ കൂടുതലായിട്ടും ഇറക്കാൻ നമ്മൾ ശ്രമിക്കും. ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സ് അവർക്ക് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിനെ കൂടുതലായിട്ട് ഇറക്കാൻ ശ്രമിക്കും. അങ്ങനെ ഓരോ സീരീസിലും, അത് ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്, ഓരോ സീരീസിലും ഈ പറയുന്ന പോലെ സ്ട്രാറ്റജികളും കാര്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇറക്കുന്നവർ കളിച്ചില്ലെങ്കിൽ, തുടരെ പരാജയമാണെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നിടത്ത് എന്തെങ്കിലും വോയിസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഇതിനകത്ത് എനിക്ക് എടുത്തു പറഞ്ഞൊരു കാര്യം, റിയാൻ പരാഗിനെ എടുത്തിട്ടുള്ളതാണ്. ODI സ്കോഡിലും T20 സ്കോഡിലും റിയാൻ പരാഗ് ഉണ്ട്. അതെന്തിനാണെന്ന് മാത്രമാണ് എനിക്ക് അറിയാത്തത്. അപ്പം ഈ പറയാനുള്ളൊരു നല്ലൊരു റൈറ്റ് ഹാൻഡ് ബോളിംഗ് ചെയ്യുന്ന, നല്ലൊരു റൈറ്റ് ഹാൻഡ് ബാറ്റിംഗ് ചെയ്യുന്ന ഒരു ഓൾറൗണ്ടർ നമുക്ക് ഇന്ത്യക്കില്ല. നമുക്കുള്ളത് അക്ഷർ പട്ടേലും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയുമായിരുന്നു. അപ്പം T20 എന്തായാലും അവരെന്തായാലും മടങ്ങി. ഇപ്പം രവീന്ദ്ര ജഡേജയ്ക്ക് വേണ്ടി മാത്രം. ഇപ്പം അക്ഷർ പട്ടേൽ ഓൾറെഡി ലെഫ്റ്റ് ഹാൻഡ് ബോളറായിട്ടുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും ഒരു ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സിൻ്റെ ആവശ്യത്തിന് പകരമായിട്ടൊരു റൈറ്റ് ഹാൻഡ് സ്പിൻ എറിയുന്ന ഒരു ഓൾറൗണ്ടറിനെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമമായിരിക്കാം ഒരു പക്ഷേ. എന്നിരുന്നാലും അതുമാത്രമാണ് എനിക്ക് എന്തായാലും ഒരു ഇതായിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമാണെങ്കിൽ നമുക്കതും പറയാനൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്, നടക്കട്ടെ എന്നുള്ള കാര്യം മാത്രമാണ്. പിന്നെ പേഴ്സണലി എനിക്ക് അഭിപ്രായമുള്ളത് സഞ്ജു സാംസന്റെ ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിലുള്ള പ്രകടനങ്ങളൊക്കെയും വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വളരെ കുറഞ്ഞ പന്തുകളിൽ ഈ പറയുന്ന കൂടുതൽ പന്തുകളിലാണ് ഈ പറയുന്ന വലിയ സ്കോറുകൾ അടിക്കുന്നത്. അതായത് ഈ പറയുന്ന പോലെ നല്ലൊരു രീതിയിലുള്ളൊരു പ്രകടനം, അതായത് T20 അത്രയും രീതിയിൽ തുടക്കത്തിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്രവണത. കാരണം നമുക്കറിയാലോ ഇപ്പോഴത്തെ T20 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിയർലെസ് ആയിട്ടുള്ളൊരു കളി കാഴ്ചയാണ് എല്ലാവരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജയ്സ്വാൾ, സൂര്യകുമാർ, ഗില്ല്, അതുപോലെ തന്നെ ഗില്ലിൻ്റെ കാര്യം പോട്ടെ, അതുപോലെ തന്നെ ഈ നമ്മുടെ അഭിഷേക് ശർമ്മ തുടങ്ങിയുള്ള ബാറ്റേഴ്സിനെയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ ചുരുക്കം ബോളുകൾ കൊണ്ട് അവർ അറ്റാക്ക് ചെയ്ത് ആ ഫോമിലോട്ട് എത്തുന്നവരാണ്. ആ ഒരു സാഹചര്യത്തിൽ നോക്കുക സഞ്ജു സാംസണൊക്കെ തികച്ചും ഈ പറയുന്ന പോലെ എന്താ പറയുന്നത് പഴയ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അതൊന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല സഞ്ജു സാംസന്റെ കാര്യത്തിൽ. അപ്പം അതൊരു മടുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ അവസാനം ഈ കുറേ ബോളുകളൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് അവസാനം സഞ്ജു സാംസൺ കത്തി കയറും, അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന പോലെ കുറേ ബോളുകൾ എടുത്തിട്ടാണ് അദ്ദേഹത്തിന് ഒന്ന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. T20 ക്രിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ അത്രയും ബോളുകൾക്ക് വളരെ വലിയ വിലകളുണ്ട്. ഒരു ബോളിന് വരെയും ഭയങ്കര വിലയുണ്ട്. അത് മാറ്റിമറിക്കാൻ, ഒരു മത്സരത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ എന്നിരുന്നാലും പറയാനുള്ള ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിമർശിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വിമർശിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.